22/1/70 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. പന്തുബാബ പറഞ്ഞു നിർത്തിയിരുന്ന ഇതാണ്. അതായത് എത്രമാത്രം നമ്മുടെ ബുദ്ധിയുടെ കണക്ഷൻ ജ്ഞാനസൂര്യനായ സർവശക്തിവാനായ ബാബയുമായിട്ട് യോജിപ്പിക്കുന്നു, അത്രയും നമുക്ക് നമ്മുടെ ഭാവി ഏതുപോലെ ടെലിവിഷനിലൂടെ വളരെ ദൂരെ നടക്കുന്ന കാര്യം സ്പഷ്ടമായി കാണുകയും അറിയുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഭാവിയും വളരെ സ്പഷ്ടമായി കാണാനും അറിയുവാനും കഴിയും എന്നായിരുന്നു. और जो चलते चलते पुरुषार्थ में माया का अंधकार व धुंध आ जाता है, जो सत्य बातों को छिपाने वाले हैं वह हट जाएंगे. അപ്പം ബാബ പറയാണ്, നടന്ന് നടന്ന് പുരുഷാർത്ഥം ചെയ്ത് ഇടയ്ക്ക് വരുന്ന മായയുടെ അന്ധകാരം അല്ലെങ്കിൽ പൊടിപടലങ്ങൾ ഏതാണോ സത്യമായ കാര്യത്തെ മറയ്ക്കുന്നതിന് വേണ്ടി വരുന്നതും അതും ഇല്ലാതാകും. इसके लिए सदैव 2 बातें याद रखना. അതിനുവേണ്ടി എപ്പോഴും 2 കാര്യം ഓർമ്മയിൽ വയ്ക്കണം. आज के इस अलौकिक मेले में सभी बच्चे आए हैं. ഇന്നത്തെ ഈ അലൗകിക മേളയിൽ എല്ലാ കുട്ടികളും വന്നിട്ടുണ്ട്. वही जैसे लौकिक बाप अपने बच्चों को मेले में ले जाते हैं, जो स्नेही बच्चे होते हैं उनको कोई ना कोई चीज़ लेकर देते हैं. അപ്പം ബാബു പറയാണ്, ഇപ്പോൾ ഏതുപോലെ ലൗകിക അച്ഛനും മക്കളെ ഉത്സവ സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്നേഹി കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കാറുമുണ്ട്. तो बाप दादा भी आज के इस अनोखे मेले में आप सभी बच्चों को कौन सी अनोखी चीज़ देंगे. അപ്പോൾ ഇന്ന് ബാപ് ദാദായും ഇന്നത്തെ ഈ വിചിത്രമായ മേളയിൽ അഥവാ ഉത്സവത്തിൽ കുട്ടികളാകുന്ന നിങ്ങൾക്ക് ഏതൊരു വിചിത്രമായ വസ്തുവാണ് തരാൻ പോകുന്നത്. ബാബ വളരെ സുന്ദരമായ ഉദാഹരണത്തോടുകൂടി പറയുകയായിരുന്നു. ലൗകിക അച്ഛന്മാരും കുട്ടികളെ ഉത്സവ സ്ഥലങ്ങളിലേക്കും മേളകളിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. അവിടെ ചെന്ന് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്താറുണ്ട്. അതുപോലെ ഇന്നും ബാബയുടെ ഈ മിലനത്തിൽ അഥവാ ഈ ഉത്സവത്തിൽ എല്ലാ കുട്ടികളും വന്നിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ നിന്ന് മക്കൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വിചിത്രമായ മിലനത്തിൽ അഥവാ ഉത്സവത്തിൽ ബാബ എന്ത് വിചിത്രമായ വസ്തുവാണ് കുട്ടികൾക്ക് തരാൻ പോകുന്നത്. आज के इस मधुर मिलन के मेले का यादगार बाप दादा क्या दे रहे हैं कि सदैव ശുഭചിന്തക് और ശുഭചിന്തൻ മേ രഹന. ഇന്നത്തെ ഈ മധുരമായ മിലനത്തിൻ്റെ മേളയുടെ സ്മാരകമായിട്ട് ബാപ് ദാദ എന്താണ് തരാൻ പോകുന്നത്? അതായത് എപ്പോഴും ശുഭചിന്തകരും ശുഭചിന്തനത്തിലും ഇരിക്കുക. അപ്പം ബാബ കുട്ടികൾ എല്ലാവരും മിലനത്തിൽ അഥവാ മേളയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മേളയിൽ അച്ഛൻ കുട്ടികൾക്ക് പ്രിയപ്പെട്ട വസ്തുക്കൾ തരികയാണ്. സ്മരണയായിട്ട് സ്മാരകമായിട്ട്. അതായത് 1 സദാ ശുഭചിന്തകരായിരിക്കുക, 2 സദാ ശുഭചിന്തനത്തിലിരിക്കുക. ശുഭചിന്തൻ और ശുഭചിന്തക്, ശുഭചിന്തനവും അതേപോലെ ശുഭചിന്തകരും. യഹ് 2 ബാത്തേ സദൈവ് യാദ് രഖന. ഈ 2 കാര്യങ്ങൾ സദാ ഓർമ്മയിൽ വയ്ക്കണം. ശുഭചിന്തൻ से अपनी स्थिति बना सकेंगे और शुभचिंतक बनने से अनेक आत्माओं की सेवा करेंगे. ശുഭചിന്തനം ചെയ്യുന്നതിലൂടെ തൻ്റെ സ്ഥിതിയെ ഉണ്ടാക്കാൻ കഴിയും. ശുഭചിന്തകരാകുന്നതിലൂടെ അനേകം ആത്മാക്കളുടെ സേവനം ചെയ്യാൻ കഴിയും. നേട്ടവും ബാബ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ശുഭചിന്തനത്തിൻ്റെയും അതേപോലെ തന്നെ ശുഭചിന്തകരാകുന്നതിൻ്റെയും. അതായത് ശുഭചിന്തനത്തിലൂടെ തൻ്റെ സ്ഥിതിയെ ഏറ്റവും ഉയർത്താൻ സാധിക്കും. ശുഭചിന്തകരാകുന്നതിലൂടെ മറ്റനേകം പേരുടെ സേവനവും ചെയ്യാൻ കഴിയും. तो आज यह वतन से आए हुए सभी बच्चों के प्रति अविनाशी सौगात है. അപ്പോൾ ഇന്ന് വതനത്തിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കുമായി ബാബ തരുന്ന അവിനാശി സമ്മാനമാണ്. വതനത്തിൽ നിന്ന് ബാബ ഇന്ന് കുട്ടികൾക്ക് ഈ അവിനാശി സമ്മാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് തരുന്നതിന് വേണ്ടി. ബാപ് ദാദാ കാ സ്നേഹ അധിക് ഹെ വ ബച്ചോं കാ അധിക് ഹെ. ബാപ്ദാദയുടെ സ്നേഹമാണോ കൂടുതൽ,
അതോ കുട്ടികളുടെ സ്നേഹമാണോ കൂടുതൽ എന്ന് ബാബ ചോദിക്കുകയാണ്. कोई कोई बच्चे सोचते होंगे कि हम सभी का स्नेह बाप दादा से ज़्यादा है. ചില കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, നമ്മുടെ സ്നേഹം ബാബ്ദാദയ്ക്കുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹമാണ് ബാബയോട് എന്ന്. कोई कोई है भी लेकिन मेजोरिटी नहीं. ബാബ്ദാദ പറയുകയാണ്, ചിലർക്കൊക്കെ അത്രയും സ്നേഹം ബാബ്ദാദയോടുണ്ട്, പക്ഷെ കൂടുതൽ പേരില്ല. അതിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ബാബ്ദാദയോട് അത്രയും സ്നേഹമുള്ളൂ എന്ന്. സ്നേഹ ഹേ ലേക്കിൻ അട്ടൂട്ട് ഔർ ഏകരസ സ്നേഹ നഹി ഹേ. സ്നേഹമുണ്ട്, എന്നാൽ അഖണ്ഡമായ ഏകരസ സ്നേഹമില്ല. എപ്പോഴും ഒരേപോലെയുള്ള സ്നേഹം ബാബയോടില്ല. സന്തോഷമായിട്ടിരിക്കുമ്പോൾ കാര്യങ്ങൾ ഭംഗിയായി നടക്കുമ്പോൾ എല്ലാവർക്കും ബാബയോട് വളരെ സ്നേഹമാണ്. പക്ഷെ ഒരു കാര്യം തൻ്റെ മുന്നിൽ വിപരീതമായി വരുമ്പോൾ ആ സ്നേഹത്തിന് കുറവ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബാബ പറയുന്നത്, കുട്ടികൾക്ക് സ്നേഹമില്ല എന്നല്ല, സ്നേഹമുണ്ട്, പക്ഷേ എപ്പോഴും ഒരേപോലെ ഏകരസത്തിലില്ല എന്ന്. ബച്ചോं का സ്നേഹ രൂപ ബദൽത്താ ബഹുത് ഹൈ. കുട്ടികളുടെ സ്നേഹവും രൂപവും ഒരുപാട് മാറാറുണ്ട്. ബാപ്ദാദാ കാ സ്നേഹ അട്ടൂട്ട് ഔർ ഏകരസ് രഹതാ ഹൈ. ബാപ്ദാദയുടെ സ്നേഹത്തിൽ ആ മാറ്റങ്ങളൊന്നും വരാറില്ല, എപ്പോഴും ഒരേപോലെ ഏകരസമാണ്. तो अब बताओ कि किसका സ്നേഹ ज़्यादा है. ഇപ്പോൾ ബാബ ചോദിക്കും, ഇപ്പോൾ പറയൂ ആരുടെ സ്നേഹമാണ് കൂടുതൽ? ബാബയ്ക്ക് നമ്മളോടുള്ള സ്നേഹമാണോ അതോ നമുക്ക് ബാബയുള്ള സ്നേഹമാണോ കൂടുതൽ? ഇപ്പോൾ പറയൂ എന്ന് ബാബ പറയുകയാണ്. ബാബയുടെയും മക്കളുടെയും സ്നേഹത്തിൻ്റെ വ്യത്യാസവും ബാബ കേൾപ്പിച്ചു. അതായത് കുട്ടികൾക്ക് സ്നേഹമുണ്ട്, ബാബയോട് വളരെയധികം സ്നേഹമുണ്ട്, പക്ഷെ അതെപ്പോഴും ഒരേപോലെയല്ല. സ്നേഹത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറാറുണ്ട്. പക്ഷേ ബാബയുടെ സ്നേഹം കുട്ടികളോടുള്ളത് എപ്പോഴും ഒരേപോലെയാണ്. बाप दादा बच्चों को देखते हैं तो त्रिनेत्री होने से 3 रूपों से देखते हैं. ബാപ്ദാദ കാണുമ്പോൾ കുട്ടികളെ കാണുന്നത് ത്രിനേത്രി ആയതുകൊണ്ട് 3 രൂപത്തിലും ബാബ കാണുന്നുണ്ട്. അതായത് ബാബ നമ്മളെ നോക്കുന്നത് ത്രിനേത്രി രൂപത്തിലാണ്. അതാണ് ബാബ പ്രത്യേകിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വഹ് കോൻ സേ 3 രൂപ, അത് ഏതാണ് ആ 3 രൂപം? जैसे आप बच्चे बाप को 3 रूपों से देखते हो ना. ഏതുപോലെ കുട്ടികൾ നിങ്ങൾ ബാബയെ 3 രൂപത്തിൽ കാണുന്നുണ്ടല്ലോ. तो वह सभी जानते हैं, അതെല്ലാവർക്കും അറിയാം 3 രൂപ ഏതാണെന്ന്. लेकिन बाप बच्चों को 3 रूप से देखते हैं. एक तो पुरुषार्थी रूप, दूसरा अब संगम का भविष्य जो फरिश्ता रूप है, और तीसरा ഭവിഷ്യ ദേവതാരൂപം. അപ്പം ബാബ നമുക്ക് സ്പഷ്ടമാക്കി തരികയാണ്. ബാബ കുട്ടികളെ 3 രൂപത്തിൽ കാണുന്നു. അതിലൊന്ന് ഈ സമയത്തുള്ള പുരുഷാർത്ഥി രൂപമാണ്. രണ്ടാമത്തേത് സംഗമത്തിലെ ഭാവി, അതായത് ഫരിസ്ത രൂപം. മൂന്നാമത്തേത് ഭവിഷ്യ ദേവതാരൂപം. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പുരുഷാർത്ഥത്തിൽ നമ്മൾ എത്തിച്ചേരുന്നത് ഫരിസ്ത രൂപമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ബാബ പറയുകയാണ്, 1 പുരുഷാർത്ഥി രൂപം, 2 ഫരിസ്ത രൂപം, 3 ദേവതാരൂപം. തീനോ കാ സാക്ഷാത്കാർ ഹോത്താ രഹതാ ഹൈ. ഈ 3 രൂപത്തിൻ്റെയും സാക്ഷാത്കാരം ബാബയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. तीनों ही रूप एक एक ऐसे ही स्पष्ट देखने में आते हैं जैसे वर्तमान यह देह का रूप इन आँखों से स्पष्ट देखने में आता है. അപ്പം 3 രൂപവും ഒന്നൊന്ന് അങ്ങനെ തന്നെ സ്പഷ്ടമായി കാണാൻ കഴിയുന്നുണ്ട്. ഏതുപോലെ വർത്തമാന സമയത്ത് ഈ ദേഹത്തിൻ്റെ രൂപം ഈ കണ്ണുകൾ കൊണ്ട് സ്പഷ്ടമായി കാണുന്നു. അപ്പോൾ ഈ കണ്ണുകൊണ്ട് ഈ ദേഹത്തിൻ്റെ രൂപം ഏതുപോലെ സ്പഷ്ടമായി കാണുന്നുണ്ടോ അതേപോലെ കുട്ടികളുടെ 3 രൂപവും ബാബയ്ക്ക് വളരെ സ്പഷ്ടമായി കാണാൻ കഴിയുന്നുണ്ട്. इस रीति दिव्य नेत्र द्वारा यह तीनों रूप स्पष्ट देखने में आते हैं. അപ്പോൾ ഈ രീതിയിൽ ദിവ്യ നേത്രത്തിലൂടെ ഈ 3 രൂപവും സ്പഷ്ടമായി കാണാൻ കഴിയുന്നുണ്ട്. जैसे इन आँखों से देखी हुई चीज़ का वर्णन करना सहज होता है ना. ഏതുപോലെ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്ന വസ്തുവിനെക്കുറിച്ച് വർണ്ണിക്കാൻ എളുപ്പമാണല്ലോ.
सुनी सुनी हुई बातों का वर्णन करना कुछ मुश्किल होता है. കേൾക്കുന്ന കാര്യത്തെക്കുറിച്ച് വർണ്ണിക്കാൻ കുറച്ച് പ്രയാസമാണ്. കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് വർണ്ണിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതാണ് ബാബ വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. लेकिन देखी हुई बात का वर्णन करना सहज होता है और स्पष्ट होता है. കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് വർണ്ണിക്കുക എന്നുള്ളത് സഹജവുമാണ്, അത് സ്പഷ്ടവുമായിരിക്കും. तो इन दिव्य नेत्रों व अव्यक्त नेत्रों द्वारा हर एक के तीनों रूप भी इतना ही सहज वर्णन करना होता है. അപ്പം ബാബറിന് ഈ ദിവ്യ നേത്രങ്ങൾ അഥവാ അവ്യക്ത നേത്രങ്ങളിലൂടെ ഓരോരുത്തരുടെയും 3 രൂപവും ഇത്രയും തന്നെ സഹജമായിട്ട് വർണ്ണിക്കാൻ കഴിയുമെന്ന്. വളരെ സഹജമായിട്ട് ഈ 3 രൂപങ്ങൾ, അതായത് ഒന്ന് പുരുഷാർത്ഥി രൂപം, 2 നമ്മുടെ ഫരിസ്താരൂപം, 3 ദേവതാരൂപം, ഈ 3 രൂപങ്ങളെയും ബാബ പറയുകയാണ് വളരെ സ്പഷ്ടമായിട്ട് വർണ്ണിക്കാൻ സാധിക്കുമെന്ന്. അഭി യഥായോഗ്യ യഥാശക്തി. ബാബറിന് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് വളരെ സ്പഷ്ടമായിട്ട് ഈ 3 രൂപങ്ങളെയും കാണാൻ കഴിയും. ഇപ്പോൾ യഥായോഗ്യ യഥാശക്തിയാണ് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. लेकिन कुछ समय बाद यह यथाशक्ति शब्द भी खत्म हो जाएगा. കുറച്ച് സമയത്തിന് ശേഷം ഈ യഥാശക്തി എന്നുള്ള ശബ്ദവും കൂടി ഇല്ലാതാകും. और हर एक अपने अपने नंबर प्रमाण संपूर्णता को प्राप्त हो जाएंगे. ഓരോരുത്തരും അവരവരുടെ നമ്പറിനനുസരിച്ച് സമ്പൂർണ്ണതയെ പ്രാപ്തമാക്കും. അപ്പം ബാബറിന് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് യഥാശക്തി എന്നുള്ളതെല്ലാം അങ്ങോട്ട് മാറിയിട്ട് ഓരോരുത്തരും അവരവരുടെ നമ്പർ അനുസരിച്ച് സമ്പൂർണ്ണതയെ പ്രാപ്തമാക്കും. और हर एक अपने अपने नंबर प्रमाण संपूर्णता को प्राप्त हो जाएंगे. तो बाप दादा आप सभी के संपूर्ण मुखड़े देखते हैं. അപ്പോൾ ബാബ എപ്പോഴും കുട്ടികളെ കാണുമ്പോൾ നോക്കുന്ന ഇതാണ്, കുട്ടികളുടെ ഓരോരുത്തരുടെയും സമ്പൂർണ്ണതയുടെ മുഖമാണ്. അപ്പം അതാണ് ബാബ പറയുന്നത്, കുട്ടികൾക്ക് പുരുഷാർത്ഥത്തിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഫരിസ്താരൂപത്തിനേക്കാൾ ഉപരി ബാബ എപ്പോഴും നോക്കുന്നത് കുട്ടികളുടെ സമ്പൂർണ്ണതയുടെ മുഖമാണ്. സമ്പൂർണ്ണത നമ്പർ വാർ ഹോങ്കി. സമ്പൂർണ്ണതയും നമ്പർ വാർ ആയിരിക്കുമല്ലോ, എല്ലാവരും ഒരേപോലെ സമ്പൂർണ്ണമാകുകയില്ല. माला के 108 मणके जो है तो नंबर 1 मणका और 108वां मणका दोनों को संपूर्ण कहेंगे कि नहीं. അപ്പം ബാബ ചോദിക്കുകയാണ്, മാലയിലെ 108 മണികൾ, 108 മണികളുണ്ടല്ലോ മാലയിലെ, ആ മാലയിലെ മണികളിൽ നമ്പർ 1 മണിയും 108ാമത്തെ മണിയും രണ്ടിനെയും സമ്പൂർണ്ണമെന്ന് പറയുമോ ഇല്ലയോ? അപ്പോൾ ബാബ ചോദിക്കുകയാണ്, സമ്പൂർണ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെയല്ല. അതിന് ബാബ ചോദിക്കുകയാണ്, 108 മണിയുടെ മാലയുണ്ട്, ആ മാലയിലെ 1ാമത്തെ നമ്പർ മണിയും 108ാമത്തെ നമ്പർ മണിയും സമ്പൂർണ്ണമെന്നല്ലേ പറയാൻ പറ്റുള്ളൂ, അതോ അങ്ങനെ പറയാൻ പറ്റില്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. വിജയരത്നം കഹേങ്കെ, വിജയരത്നമെന്ന് പറയുമോ? विजयी रत्न अर्थात अपने नंबर प्रमाण संपूर्णता को प्राप्त हो. വിജയ് രത്നം അർത്ഥം തൻ്റെ നമ്പറിനനുസരിച്ച് സമ്പൂർണ്ണതയെ പ്രാപ്തമാക്കുക. തൻ്റെ നമ്പർ ഏതാണ് അതിനനുസരിച്ച് സമ്പൂർണ്ണമാകുക, അതാണ് വിജയ് രത്നം. അതാണ് ബാബു പറയുന്നത്. ഉൻകെ ലിയേ സാരേ ഡ്രാമ കെ അന്തർ വഹി സമ്പൂർണ്ണത കി ഫസ്റ്റ് സ്റ്റേജ്. അവരെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ഡ്രാമയ്ക്കുള്ളിൽ സമ്പൂർണ്ണതയുടെ ഫസ്റ്റ് സ്റ്റേജ് അതുതന്നെയാണ്. അപ്പോൾ അവരേത് നമ്പറിലാണ് വരേണ്ടത് ആ നമ്പറിനനുസരിച്ച് അവർ പെർഫെക്റ്റ് ആവും. ആ ഡ്രാമ മുഴുവൻ ഡ്രാമയ്ക്കുള്ളിൽ അവിടെ പാർട്ടതാണ്. അപ്പോൾ അതാണ് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ജൈസെ സത്യയുഗമേ വിശ്വ മഹാരാജൻ तो 8वां भी कहलाएगा. അപ്പം ബാബ ചോദിക്കുകയാണ്, സത്യയുഗത്തിൽ വിശ്വമഹാരാജൻ, 1ാമത്തെ നമ്പറിലും വിശ്വമഹാരാജൻ, 8ാമത്തെ നമ്പറിൽ വരുന്നു വിശ്വമഹാരാജൻ എന്ന് തന്നെ പറയുമല്ലോ. ലേക്കിൻ
फर्स्ट विश्व महाराजन की सृष्टि के संपूर्ण सुख और आठवें के संपूर्णता के सुख में अंदर होगा ना. എന്നാൽ ആദ്യത്തെ വിശ്വമഹാരാജൻ ഉള്ള സമയത്ത് സൃഷ്ടിയുടെ സമ്പൂർണ്ണ സുഖവും എട്ടാമത്തെ വിശ്വമഹാരാജൻ വരുന്ന സമയത്തുണ്ടാകുന്ന സമ്പൂർണതയുടെ സുഖവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുമല്ലോ. ബാബ നമ്മളെ കേൾപ്പിച്ച് തരികയാണ്. ഇത് സത്യയുഗത്തിലും ബാബ പറയാണ് ലക്ഷ്മി നാരായൺ ഇത് വിശ്വമഹാരാജൻ 1 നമ്പർ മുതൽ 8 വരെയുണ്ട്. അപ്പോൾ അതിൽ 1 നമ്പർ വിശ്വമഹാരാജൻ രാജ്യം ഭരിക്കുമ്പോഴുണ്ടാകുന്ന സുഖവും 8ാമത്തെ നമ്പറിലെ വിശ്വമഹാരാജൻ രാജ്യം ഭരിക്കുമ്പോഴുണ്ടാകുന്ന സുഖവും തമ്മിൽ തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാകും. സൃഷ്ടിയിലും മാറ്റം വരും. അതാണ് ബാബ ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ പുരുഷാർത്ഥം എത്രയാണോ അതിനനുസരിച്ചാണ് അവിടെ നമ്മൾ അനുഭവിക്കുന്ന സുഖം. നമ്മുടെ നമ്പർ അനുസരിച്ച് മാത്രമേ നമ്മൾ സമ്പൂർണ്ണമാകുകയുള്ളൂ. ഓരോരുത്തരുടെയും ഡ്രാമയനുസരിച്ച് ഏത് നമ്പറാണോ ഫിക്സ് ചെയ്തിട്ടുള്ളത് ആ നമ്പർ അനുസരിച്ച് അവർ സമ്പൂർണ്ണതയിലെത്തും. അതാണ് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്പർ വാറാണ് സമ്പൂർണ്ണത എന്ന് ബാബ പറഞ്ഞു. वैसे ही यहाँ भी हर एक अपने अपने नंबर प्रमाण संपूर्णता को प्राप्त हो रहे हैं. അതേപോലെ ഇവിടെയും ഓരോരുത്തരും അവരവരുടെ നമ്പർ അനുസരിച്ച് സമ്പൂർണ്ണതയെ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. इसलिए बाप दादा संपूर्ण स्टेज को देखते रहते और वर्तमान समय के पुरुषार्थ को देखते रहते. അതുകൊണ്ട് ബാപ് ദാദ സമ്പൂർണ്ണ സ്റ്റേജിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വർത്തമാന സമയത്തെ പുരുഷാർത്ഥത്തെയും ബാബ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാ ഹേ അവർ ക്യാ ബന്നെ വാലേ ഹേ, എന്താകാൻ പോകുന്ന കുട്ടികളാണ്. അപ്പം നമ്മളെ ബാബ നന്നായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവരെന്താണ് ആകാൻ പോകുന്നത്. അപ്പം നമ്മുടെ സമ്പൂർണ്ണ സ്റ്റേജിനെ ബാബയ്ക്കറിയാം. അപ്പം അതുകൊണ്ട് ബാബ പറയുകയാണ് വർത്തമാന സമയത്തെ പുരുഷാർത്ഥത്തോടൊപ്പം കുട്ടികളുടെ സമ്പൂർണ്ണ സ്റ്റേജ് എന്താണ് ആകാൻ പോകുന്നത് അതും ബാബയ്ക്കറിയാം. അതുകൊണ്ട് ബാബ എപ്പോഴും കുട്ടികളെ 3 രൂപത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബാബ പറയുകയാണ്. ആപ്പിനെ പൂച്ചാന് കി വദൻ മേ ക്യാ ബൈറ്റ് കർത്തേ ഹോ. അപ്പം നിങ്ങൾ ചോദിച്ചില്ലേ വദനത്തിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അതായത് ബാബ ദേഹം വിട്ടങ്ങ് സൂക്ഷ്മവനത്തിലേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഉള്ളിൽ ഈ ചിന്തയാണുള്ളത്, ബാബ ഈ വദനത്തിൽ നിന്നുകൊണ്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഹി ദേഖ്തേ രഹത്തെ ഹേ ഔർ അവ്യക്തി സഹयोग देने की സർവീസ് കർത്തേ. അപ്പോൾ ഇത് തന്നെയാണ് ബാബ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവ്യക്ത രൂപത്തിൽ ബാബ സഹയോഗം തരുന്ന സേവനവും ചെയ്യുന്നുണ്ട്. അതായത് കുട്ടികൾ എന്ത് പുരുഷാർത്ഥമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുരുഷാർത്ഥത്തിൽ ഏത് സഹയോഗം കുട്ടികൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടോ ആ സഹയോഗവും കൂടി ബാബ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സേവനം ബാബ സൂക്ഷ്മലോകത്തിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഹി സമജ്തേ ഹേ കി ബാപ് ദാദ വതൻ മേ പതാ നഹി ക്യാ ബൈറ്റ് കർത്തേ ഹോങ്കെ. അതായത് കുട്ടികളെല്ലാവരും ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ ഈ ബാപ് ദാദ വതനത്തിലിരുന്നുകൊണ്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലേക്കിൻ സർവീസ് കി സ്പീഡ് സാകാർ വതൻ സെ വഹാൻ തേജ് ഹേ. അപ്പോൾ ബാബ പറയുന്നത് സാകാര വദനത്തിൽ ബാബ ചെയ്ത സേവനത്തിനേക്കാൾ എത്രയോ സ്പീഡ് കൂടുതലാണ് ഇപ്പം വദനത്തിലിരുന്ന് ബാബ ചെയ്യുന്ന സേവനത്തിനെന്നാണ് ബാബ പറയുന്നത്. ക്യോങ്കി യഹാൻ തോ സാകാർ തൻകാ ഭി ഹിസാബ് സാത്ത് ഥ. ബാബ ഇവിടെ പിന്നെ സാകാര ശരീരത്തിൻ്റെയും കണക്കുണ്ടായിരുന്നല്ലോ. ബ്രഹ്മ ബാബയ്ക്ക് താഴെ ഉണ്ടായിരുന്നപ്പോഴാണ് ശരീരത്തിൻ്റെയും ബന്ധം ഉണ്ടായിരുന്ന കണക്കുണ്ടായിരുന്നു. अब तो इस बंधन से भी मुक्त हैं. ഇപ്പം പിന്നെ ഈ ബന്ധനത്തിൽ നിന്നും ബാബ മുക്തമാണ്. अपने प्रति नहीं है, സർവ്വ ആത്മാവും കെ പ്രതി है. ബാബ പറയാണ് ബാബയ്ക്ക് തന്നെക്കുറിച്ചിട്ടുള്ളതല്ല, ബാബ സർവ്വ ആത്മാക്കൾക്കും വേണ്ടി ബാബ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. जैसे इस शरीर को छोड़ना और शरीर को लेना यह अनुभव सभी को है. അപ്പം ബാബ പറയണ ഈ ശരീരത്തെ ഉപേക്ഷിക്കുക, ശരീരം വീണ്ടും എടുക്കുക, ഈ അനുഭവം എല്ലാ ആത്മാക്കൾക്കും ഉണ്ടല്ലോ. വൈസേ ഹി ജബ് ചാഹോ തബ് ശരീർ കാ ഭാൻ ബിൽക്കുൽ ചോടുകർ അശരീരി ബൻ ജാന और जब चाहो तब शरीर का आधार लेकर कर्म करना यह अनुभव है. അപ്പം അതുപോലെ എപ്പോഴാഗ്രഹിക്കുന്നു
ശരീരത്തിൻ്റെ ബോധം ഉപേക്ഷിച്ച് അശരീരിയായിത്തീരുക. എപ്പോഴാഗ്രഹിക്കുന്നു അപ്പോൾ ശരീരത്തിൻ്റെ ആധാരം എടുത്ത് കർമ്മം ചെയ്യുക. ഇതിൻ്റെ അനുഭവം ഉണ്ടോ? അപ്പം ബാബ ചോദിക്കുക, ഇതിൻ്റെ അനുഭവം കുട്ടികൾക്കുണ്ടോ? എപ്പോഴാണോ ശരീരം വിടേണ്ടത് ആ സമയത്ത് ശരീരത്തിൻ്റെ ബോധത്തെ മറക്കുക, എന്നിട്ട് അശരീരി സ്ഥിതി ചെയ്യുക. എപ്പോഴാണ് കർമ്മം ചെയ്യേണ്ട സമയം ആ സമയത്ത് ശരീരം ആധാരമായിട്ടെടുത്ത് കർമ്മം ചെയ്യുക. ഈ അനുഭവം കുട്ടികൾക്കുണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. ഈ അനുഭവ को अब बढ़ाना है. ഈ അനുഭവത്തെ കുട്ടികളിപ്പോൾ വർദ്ധിപ്പിക്കണം. बिल्कुल ऐसे ही अनुभव होगा जैसे कि यह स्थूल चोला अलग है और चोले को धारण करने वाली आत्मा अलग है. यह अनुभव अब ज़्यादा होना चाहिए. അപ്പം ബാബ പൂർണ്ണമായിട്ടും അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകണം. ഏതുപോലെ? ഈ സ്ഥൂലമായ ശരീരം ഒന്ന് വേറെ തന്നെയാണ്. ഈ സ്ഥൂല ശരീരത്തെ ധാരണ ചെയ്യുന്ന ആത്മാവ് ഒന്ന് വേറെയാണ്. ഈ അനുഭവം ഇപ്പോൾ കൂടുതലുണ്ടാകണം. അപ്പം ബാബു പറയുകയാണ്, ശരീരം ഒന്ന് വേറെയാണ്, ശരീരത്തെ ധാരണ ചെയ്യുന്ന ആത്മാവ് ഒന്ന് വേറെയാണ്. ഈ അനുഭവം ഇനി കൂടുതൽ കുട്ടികൾക്കുണ്ടാകണം. അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സദൈവ് യഹി യാദ് രഖോ കി അബ് ഗയേ കി ഗേ. എപ്പോഴും ഇത് ഓർമ്മയിൽ വെക്കണം. ഇപ്പം ഞാൻ പോയി, അതിന് ഞാനങ്ങ് ബാബയുടെ അടുത്ത് എത്തി, ദേഹത്തിൽ നിന്ന് ഞാൻ പോയി, ആത്മാവ്, അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകണം. सिर्फ सर्विस के निमित्त शरीर का आधार लिया हुआ है, लेकिन जैसे ही सर्विस समाप्त हो वैसे ही अपने को एकदम हल्का कर सकते हैं. അപ്പോൾ സർവീസിന് നിമിത്തമായിട്ട് ശരീരത്തിൻ്റെ ആധാരം എടുത്തിരിക്കുകയാണ്. എന്നാൽ സേവനം ചെയ്തു അപ്പോൾ തന്നെ പൂർണ്ണമായിട്ട് ലൈറ്റായി തീരുക, ആത്മാവായി തീരുക. ശരീരം സേവനത്തിന് വേണ്ടി നിമിത്തമായിട്ടെടുക്കുക, സേവനം തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ലൈറ്റായിട്ട് തീരുക. जैसे आप लोग कहाँ भी ड्यूटी पर जाते हो और फिर वापस घर आते हो तो अपने को हल्का समझते हो ना. അപ്പോൾ ഏതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വളരെ ലൈറ്റായിട്ട് തോന്നുമല്ലോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ജോലിക്ക് പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസിന് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ വീട്ടിലെത്തിക്കഴിയുമ്പോൾ ആ ലൈറ്റ്നെസ് ഫീൽ ചെയ്യാറുണ്ടല്ലോ. ड्यूटी की ड्रेस बदल कर घर की ड्रेस पहन लेते हो, वैसे ही सर्विस प्रति शरीर रूपी वस्त्र का आधार लिया, फिर सर्विस समाप्त हुई और इन वस्त्रों के बोझ से हल्के और न्यारे हो जाने का प्रयत्न करूँ. അപ്പോൾ ഡ്യൂട്ടിയുടെ ഡ്രസ്സ് മാറിയിട്ട് വീട്ടിലെ ഡ്രസ്സ് ധരിക്കാറുണ്ട്. അതേപോലെ സേവനത്തിന് വേണ്ടി ഈ ശരീരമാകുന്ന വസ്ത്രത്തിൻ്റെ ആധാരം എടുത്തു, സർവീസ് കഴിഞ്ഞു, പിന്നെ ഈ വസ്ത്രത്തിൻ്റെ ഭാരത്തിൽ നിന്നും ലൈറ്റായി വേറെയാകുന്നതിനുള്ള പ്രയത്നം ചെയ്യൂ. അപ്പം ബാബു പറയണ ഏതുപോലെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഡ്രസ്സ് വേറെയാണല്ലോ ധരിക്കാറുള്ളത്, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ഡ്യൂട്ടിയുടെ വസ്ത്രം മാറ്റാറുണ്ട്, എന്നിട്ട് വീട്ടിൽ വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അതേപോലെ സേവനം ചെയ്യുന്നതിന് വേണ്ടി ഈ ശരീരമാകുന്ന വസ്ത്രം ധാരണ ചെയ്യുകയും സേവനം ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ലൈറ്റാകുകയും ചെയ്യുന്നതിനുള്ള, ലൈറ്റായിട്ട് വീട്ടിൽ പോകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യൂ എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ഏക് സെക്കൻഡ് മേ ചോലെ സെ അലഗ് കോൻ ഹോ സക്കേങ്കെ. ഒരു സെക്കൻഡിൽ ഈ ശരീരത്തിൽ നിന്നും അഥവാ വസ്ത്രത്തിൽ നിന്നും വേറിടാൻ ആർക്ക് സാധിക്കും? അഗർ ടൈറ്റ്നെസ് ഹോങ്കി തോ അലഗ് ഹോ നഹീ സക്കേങ്കെ. ഇത് ശരീരം അങ്ങനെ ടൈറ്റാണെങ്കിൽ, അപ്പോൾ ബാബു പറയണം ആത്മാവും ശരീരവും തമ്മിൽ അത്രയും ടൈറ്റായിട്ടുള്ളൊരു ബന്ധമാണ് എങ്കിൽ വേറിടാൻ പ്രയാസമായിരിക്കും. कोई भी चीज़ अगर चिपकी हुई होती है तो उनको खोलना मुश्किल होता है. ഏതൊന്നാണെങ്കിൽ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ ബാബു പറയണം അതിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അതിനെ തുറക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അത്രയും ടൈറ്റായിട്ടിരിക്കുന്ന ഒന്നിനെ അത് ഓപ്പൺ ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. ഹൽക്കാ ഹോനെ സെ സഹജ് ഹി ഹൽക്കാ ഹോ ജാത്ത ഹൈ. ലൈറ്റായിട്ടിരിക്കുകയാണെങ്കിൽ അതിനെ വേറിടാനും അത്രയും തന്നെ എളുപ്പമായിരിക്കും. അപ്പോൾ അതാണ് ബാബു പറയുന്നത്. അതായത് നമ്മൾ എത്രമാത്രം സാധിക്കുന്നുണ്ടോ അത്രയും ശരീരമാകുന്ന വസ്ത്രം ധാരണ ചെയ്യാനും
ആ വസ്ത്രത്തിനുപരിയായി പോകുന്നതിനും പ്രാക്ടീസ് ചെയ്യാൻ. കാരണം കർമ്മം ചെയ്യുന്നതിന്, സേവനം ചെയ്യുന്നതിന് വേണ്ടി മാത്രം ശരീരത്തിൽ വരികയും ബാക്കിയുള്ള സമയം നമ്മൾ വേറിട്ട് ബാബയുടെ അടുത്തേക്ക് വീട്ടിലേക്ക് പോകുന്നതിനുള്ള പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവസാനം നമുക്ക് വളരെ സഹജമായിട്ട് തന്നെ ഈ ദേഹത്തിൽ നിന്ന് പോകാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള പുരുഷാർത്ഥമാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വൈസേ ഹി अगर अपने संस्कारों में कोई भी ईसीपन नहीं होगा तो फिर അശരീരിപ്പൻ का അനുഭവ कर नहीं सकेंगे. അപ്പം അതേപോലെ തൻ്റെ സംസ്കാരങ്ങളിലും ഒരു ഈസി നേച്ചർ അല്ല എങ്കിൽ അശരീരി സ്ഥിതിയുടെ അനുഭവം ചെയ്യാൻ കഴിയുകയില്ല. സുനായാധാന കി ക്യാ ബന്ന ഹെ, കേൾപ്പിച്ചിരുന്നല്ലോ എന്താണ് ആകേണ്ടത്. ഈസി ഓർ അലേർട്ട്. അപ്പം ബാബു പറയണം, ഒന്ന് ഈസി ആകണം, രണ്ട് വളരെ അലേർട്ടാകണം. അതാണ് നമ്മൾ ആയിത്തീരേണ്ടത്. ഐസേ ബി നഹി കി ഐസ ഈസി രഹേ ജോ മായാ ബി ഈസി ആ ജായ്. ഇനി ബാബ പറഞ്ഞ് ഈസി ആകണമെന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങ് ഈസി ആകാനും പാടില്ല, മായയും ഈസി ആയിട്ട് വരിക. കോയി സമയം ഈസി രഹന പടുത്താ ഹെ, കോയി സമയം അലേർട്ട് രഹന പടുത്താ ഹെ. ചില സമയത്ത് ഈസിയായി ഇരിക്കേണ്ടി വരുന്നു, ചില സമയത്ത് അലേർട്ടായേണ്ടി വരുന്നു. तो ईसी और अलर्ट ऐसे रहने वाले ही इस अभ्यास में रह सकेंगे. बाप दादा बच्चों को कोई नया नहीं देख रहे हैं. അപ്പം ബാബു പറയണം, അങ്ങനെ ഈസിയും അതേപോലെ അലേർട്ടും അങ്ങനെ ഇരിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ അഭ്യാസത്തിലിരിക്കാൻ കഴിയുള്ളൂ. ബാപ്ദാദ കുട്ടികളെ ബച്ചോങ്കോ കോയി നയാ നഹി ദേഖ് രഹേ, പുതിയതായിട്ടുള്ള കുട്ടികളെ അല്ലല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്, ബാബ കുട്ടികളെ പുതിയതായിട്ടല്ലല്ലോ കാണുന്നത് എന്ന് പറയുകയാണ്. ക്യോങ്കി ജബ്കി തീനോ ഹി കാലോ കോ ജാൻതേ ഹേ തോ നയാ കൈസേ കഹേംഗെ. ബാബ പറഞ്ഞ ഞാൻ കുട്ടികളുടെ 3 കാലത്തെയും കുറിച്ച് അറിയുന്നു, പിന്നെ ഞാൻ പുതിയത് എന്നങ്ങനെ പറയും. ഇസിലിയെ സബി ബച്ചേ പുരാനേ. ബാബ അതുകൊണ്ട് എല്ലാ കുട്ടികളും വളരെ പഴയതാണ് എന്ന് ബാബ പറയാണ്. കിത്തന പുരാനേ ഹേ വ ഹിസാബ് നഹി നിക്കാൽ സക്തേ. എത്ര പഴയ കുട്ടികളാണ് അത് ബാബയ്ക്ക് കണക്കെടുക്കാൻ പറ്റില്ല. അത്രയും പഴയ കുട്ടികളാണ് ബാബയുടെ മുന്നിലിരിക്കുന്നത്. തോ അപ്പനേക്കോ നയ നഹി സംജന, ഞാൻ പുതിയതാണ് എന്നൊരിക്കലും കുട്ടികൾ മനസ്സിലാക്കരുത്. അതിപുരാനേ ഹേ और वही पुराने अब फिर से अपना हक लेने के लिए आए हैं. വളരെ പഴയ കുട്ടികളാണ്, ആ പഴയവർ തന്നെ വീണ്ടും തൻ്റെ അധികാരം എടുക്കുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. യഹ് നശ സദൈവ് കായം രഹേ. ഇത് വളരെ പഴയ ആത്മാവാണ് ഞാൻ, ബാബയുടെ അടുത്ത് വീണ്ടും ഞാൻ വന്നതാണ് എൻ്റെ അവകാശം എടുക്കുന്നതിന് വേണ്ടി, അധികാരം എടുക്കുന്നതിന് വേണ്ടി. ആ ഒരു ലഹരിയിൽ കുട്ടികളെപ്പോഴും ഇരിക്കണം. യഹ് ബി കബി നഹി ബോൾന കി പുരുഷാർത്ഥ് കരേങ്കെ ദേഖേങ്കെ. ഇങ്ങനെ ഒരിക്കലും പറയരുത് എന്ന്. ഞാൻ നോക്കട്ടെ, ഞാൻ പുരുഷാർത്ഥം ചെയ്യാം, അല്ലെങ്കിൽ നോക്കട്ടെ ഇങ്ങനെ. ജോ ലാസ്റ്റ് ആയേ ഹേ ഉनको യഹി സോച്ചന ഹേ കി ഹം ഫാസ്റ്റ് ജായെങ്കെ. ആരാണോ ലാസ്റ്റ് വന്നത് അവരിത് തന്നെ ചിന്തിക്കണം, എനിക്ക് ഫാസ്റ്റായിട്ട് പോകണം. അഗർ ഫാസ്റ്റ് കാ ലക്ഷ്യ രഖേങ്കെ തോ പുരുഷാർത്ഥ് ബി ഐസേ ഹി ഹോങ്ക. ഫാസ്റ്റായിട്ട് പോകണമെന്നുള്ള ലക്ഷ്യം വെക്കുകയാണെങ്കിൽ പുരുഷാർത്ഥവും അങ്ങനെ തന്നെ നടക്കും. इसलिए कभी भी यह नहीं सोचना कि हम लोग तो पीछे आए हैं तो പ്രജ ബൻ ജായെങ്കെ. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്, നമ്മൾ പിന്നാലെയല്ലേ വന്നത്, അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രജയാകുകയുള്ളൂ. നെഹി, അവർ ഒരിക്കലുമല്ല. ലാസ്റ്റാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് പോകാൻ സാധിക്കും. ലക്ഷ്യം എപ്പോഴും ഫാസ്റ്റിൻ്റെ തന്നെ വെക്കണം, എന്നാലേ പുരുഷാർത്ഥം അതനുസരിച്ച് നടക്കുകയുള്ളൂ. പീछे आने वालों को भी अधिकार है राज्यपद पाने का. പിന്നാലെ വന്നിട്ടുള്ളവർക്കും അധികാരമുണ്ട് രാജ്യപദവി നേടുന്നതിന്. ബാബ നിങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്ത് നമ്പർ 1 ആകുന്നതിനുള്ള അവസരമുണ്ട്. അവ്യക്ത മുലാഖാത്ത് ഭി മിൽന ഹി ഹെ. അവ്യക്തമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയും മിലനം തന്നെയാണ്. इसलिए सभी को यह निश्चय रखना है कि हम राज्यपद लेकर ही छोड़ेंगे. അതുകൊണ്ട് കുട്ടികൾക്ക് ഈ നിശ്ചയം വേണം, ഞാൻ തീർച്ചയായിട്ടും രാജ്യപദവി എടുത്തിട്ടേ വിടുകയുള്ളൂ. ഇത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അവകാശം ബാബയിൽ നിന്ന് എടുക്കുക തന്നെ ചെയ്യും എന്നുള്ള സങ്കല്പം കുട്ടികൾക്ക് വേണം. ഹം നഹി ബനേങ്കെ തോ കോൻ ബനേങ്കെ.
ഞാനാകുന്നില്ല എങ്കിൽ പിന്നെ ആരാകും? കോട്ടോമേ കോയി കോൻസി ആത്മായും ഗിനി ജാത്തി ഹെ. കോടിയിൽ ചിലർ എന്ന് പറയുന്നത് അതേത് ആത്മാക്കളെയാണ്? ഐസെ കോട്ടോമേ സെ കോയി ഹം ആത്മായെ ഡ്രാമാക്കി അന്തർ ഹെ. അങ്ങനെ കോടിയിൽ ചില ആത്മാക്കൾ നമ്മൾ ഈ ഡ്രാമയ്ക്കുള്ളിലുണ്ട്. അപ്പം നമ്മളെ തന്നെയാണ് കോടിയിൽ ചിലർ എന്ന് പറയുന്നത് എന്ന് ബാബ പറയുകയാണ്. യഹ അപ്പന നിശ്ചയ് നെഹി ഭൂൽന. ഇത് ഈശ്വരനെ മനസ്സിലാക്കി ആ പ്രാപ്തി എടുക്കുന്ന കോടിയിൽ ചില ആത്മാക്കൾ എന്നുള്ള മഹിമയിൽ ഞാനും ഉള്ളതാണ് എന്നൊരിക്കലും കുട്ടികൾ മറക്കരുത്. ആ നിശ്ചയം ഒരിക്കലും മറക്കരുത്. ബാപ് ദാദാ സബീ ബച്ചോങ്ക ഭവിഷ്യ ദേക്ക് ഹർഷിത് ഹോത്തെ. ബാപ് ദാദാ ഓരോ കുട്ടിയുടെയും ഭാവിയെ കണ്ട് സന്തോഷിക്കുന്നു. ഏക് ഏക് സെ മിൽന മൻ കി ബാത്ത് തോ യഹ് ഹെ. ഓരോരോ കുട്ടിയെയും കാണുക എന്നുള്ളതാണ് മനസ്സിൻ്റെ കാര്യം. ബാബ പറഞ്ഞു, എനിക്ക് എൻ്റെ ഓരോ മക്കളെയും കാണുക എന്നുള്ളതാണ് ശരിക്കും എൻ്റെ ആഗ്രഹം. ലേക്കിൻ ആപ്പ് സബ്കെ സമാൻ ഇസ് വ്യക്ത് ദുനിയാമേ ബാപ് ദാദാക്കോ അഭി യഹ് വ്യക്ത് ദുനിയ നഹി ഹെ. എന്നാൽ നിങ്ങളെപ്പോലെ ഈ വ്യക്തമായ ലോകത്ത് ബാപ് ദാദയ്ക്ക് ഇപ്പോഴീ വ്യക്തലോകം അല്ലല്ലോ. ബ്രഹ്മബാബ ദേഹം ത്യാഗം ചെയ്ത് സൂക്ഷ്മലോകത്താണ്. അപ്പം ബാബ പറയുകയാണ്, എനിക്കിഷ്ടം എൻ്റെ കുട്ടികളുടെ മനസ്സിൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കി അതായത് ഓരോരോ കുട്ടികളെയും കാണുക എന്നുള്ളതാണ്. പക്ഷേ ഈ ലോകത്ത് ബാബയ്ക്കൊരു പരിധിയുണ്ടല്ലോ. കാരണം ബാബ ഇപ്പോൾ വ്യക്തത്തിലല്ലല്ലോ. തോ ആപ്കെ ദുനിയാക്കെ പ്രമാൺ സമയക്കോ ഭി ദേഖന പടുത്ത ഹൈ. നിങ്ങളുടെ ഈ ലോകത്തിനനുസരിച്ച് സമയവും നോക്കേണ്ടി വരും. വദൻമേ സമയ നഹി ഹോത്ത. വദനത്തിൽ പിന്നെ അങ്ങനെ സമയമൊന്നുമില്ല. ഘടി നഹി ഹോത്തി. അവിടെ വാച്ചൊന്നുമില്ല എന്ന് ബാബ പറയാം. ലേക്കിൻ ഈസ് വ്യക്ത ദുനിയാമേ യഹ് സബി ബാത്തേം ദേഖനെ പടുത്തി. ബാബ ഈ വ്യക്ത ലോകത്ത് സമയവും എല്ലാം നോക്കേണ്ടി വരുന്നുണ്ടല്ലോ. വഹാൻ തോ ജബ് സൂര്യ ചാന്ദ് ഹി നഹി തോ രാത്ത് ദിൻ കിസ് ഹിസാബ് സെ ഹോ. ബാബരൻ എൻ്റെ ലോകത്ത് സൂക്ഷ്മലോകത്ത് സൂര്യനുമില്ല ചന്ദ്രനുമില്ല. അപ്പോൾ പിന്നെ രാത്രിയുടെയും പകലിൻ്റെയും കണക്കേ ഇല്ലല്ലോ. ഇസ്ലിയെ സമയക്ക ബന്ധൻ നഹി. അതുകൊണ്ട് ബാബയ്ക്ക് അവിടെ സമയത്തിൻ്റെ ബന്ധനമില്ല. ഇവിടെ നമ്മുടെ ഈ ലോകത്ത് ബാബയ്ക്ക് സമയം നോക്കേണ്ടി വരുന്നു എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓം ശാന്തി.